ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വേഗത്തിൽ സൈക്കിളിൽ പോകുന്ന സന്തോഷിനെ കണ്ട് വീണ അയാളെന്താ അമ്മയോട് പറഞ്ഞെന്ന് ചോദിക്കുക. അയാൾ ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങാൻ സ്കൂളിൽ വന്നതാ. എന്നെ കണ്ടപ്പോൾ വിശേഷം ചോദിച്ചു. അത്രയേ ഉള്ളൂ. നീ വണ്ടി എടുക്കുന്ന ടീച്ചറമ്മ പറയുമ്പോൾ അവർ ഒന്നിച്ച് വണ്ടിയെടുത്ത് പോകുന്നതാണ്. പിന്നീട് കാണിക്കുന്നത് രാത്രിയിൽ ടീച്ചറമ്മയുടെ വീട്ടിലേക്ക് പന്തവുമായി പീറ്ററും കൂട്ടരും വന്ന് പ്രതിഷേധ സമരം ചെയ്യുന്നതാണ്. കൂട്ടത്തിലെ നേതാവ് പ്രസംഗിക്കുകയാണ്. പീറ്ററിന്റെ സമ്മതമില്ലാതെ കല്യാണം നടത്തി. അത് ചോദ്യം ചെയ്യാൻ പോയ പീറ്ററെ ടീച്ചറുടെ മരുമകൻ കൈതല്ലിയൊടിച്ചു. അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലിട്ട് ക്രൂരമായി മർദ്ദിച്ചു. വിഷ്ണുവിനെ ഉടനെ അറസ്റ്റ് ചെയ്യണം, സർവീസിൽ നിന്ന് പിരിച്ചുവിടണം എന്ന് പറഞ്ഞവർ ജാഥയൊക്കെ വിളിക്കുക. ഇത് കേട്ട് അങ്ങോട്ട് വിഷ്ണു വന്ന് എൻ്റെ വീടിൻ്റെ മുമ്പിൽ നടത്തുന്ന നാടകം അവസാനിപ്പിച്ചു പൊക്കോണം എല്ലാവരും എന്ന് പറയുക. ഇത് അച്ചി വീടല്ലേ എന്ന് അവർ ചോദിക്കുന്നു. ഇയാളുടെ മകളുടെ ഇഷ്ടപ്രകാരം ഞങ്ങൾ ഈ കല്യാണം നടത്തിയത്. ഇയാൾ കൈയൊടിഞ്ഞു എന്ന് പറയുന്നത് നുണയാ. താൻ പോടോ, പീറ്ററേട്ടനെ ഞങ്ങൾക്കറിയാമെന്ന് അവർ പറയുന്നുണ്ട്. എങ്കിൽ നിങ്ങളങ്ങ് ഉണ്ടാക്കെന്ന് പറഞ്ഞ് വിഷ്ണു അകത്തേക്ക് പോവുക. അവർ വീണ്ടും മുദ്രാവാക്യം വിളിക്കുക. ഇത് റൂമിലെ ജനലിലൂടെ നോക്കുന്ന രേണു വിഷ്ണുവേട്ടന് പണി കിട്ടിയെന്ന് പറഞ്ഞ് പോയി മൊബൈൽ എടുത്ത് എന്തോരം പന്തമാ, ഇന്നെനിക്കൊരു കണ്ടന്റായി എന്ന് പറഞ്ഞ് വീഡിയോ എടുക്കുക. സിറ്റ് ഔട്ടിൽ നിൽക്കുന്ന വീണയും വിഷ്ണുവും. അവരുടെ അടുത്തേക്ക് രാധ വരുന്നുണ്ട്. ബോംബ് പൊട്ടിയാലും അറിയാത്ത ആളാ. ഇവള് വന്ന് വിളിച്ചപ്പോൾ അങ്ങ് ഇറങ്ങി ഓടി. അനുഭവിക്ക്. വീണയോട് ചോദിക്കുന്നുണ്ട്, വേറെ ആണുങ്ങളും ഇല്ലേ ഇവിടെ, നീ എന്താ അവരെ വിളിച്ചോണ്ട് പോവാഞ്ഞേ? ചേട്ടനാവുമ്പോൾ അവർക്ക് പേടിയുണ്ടാവല്ലോ എന്ന് വീണ പറയുന്നുണ്ട്. ഇപ്പോൾ മനുഷ്യ എന്ന് പറഞ്ഞ് രാധ വിഷ്ണുവിനെ അകത്തേക്ക് വിടുന്നു. എന്താ വിഷ്ണു എന്ന് ചോദിച്ച് ടീച്ചറമ്മയും കനിയും അങ്ങോട്ട് വരുന്നുണ്ട്. ടൗട്ടിൽ ഇത് നോക്കി നിൽക്കുന്ന ടീച്ചറമ്മയും കനിയും കല്ലുവും വീണയും. ഇതിനെ കാണുന്ന രാധ പഠിക്കാനൊന്നുമില്ലേ, കയറിപ്പോ അകത്തെന്ന് പറഞ്ഞ് വഴക്ക് പറയുമ്പോൾ ടീച്ചറമ്മ കല്ലുവിനെയും കൊണ്ട് അകത്തേക്ക് പോവുക. ബാത്റൂമിൽ നിന്ന് ടവൽ ചുറ്റിയിറങ്ങിയ മഹേഷ് എന്താ സംഭവം എന്ന് രേണുവിനോട് ചോദിക്കുക. കുറേ ആൾക്കാരും പന്തവും നല്ല രസമുണ്ട്, എന്താ പരിപാടി എന്ന് മഹേഷ് വീണ്ടും ചോദിക്കുമ്പോൾ പീറ്റർ വന്നിട്ടുണ്ട്. വിഷ്ണുവേട്ടൻ കൈതല്ലി ഓടിച്ചെന്ന് പറഞ്ഞ് പ്രതിഷേധ സമര. പുറത്തു പോയി വീഡിയോ എടുത്ത് വരാമെന്ന് പറയുമ്പോൾ പോവല്ലേ, അങ്ങോട്ട് ചെന്നാൽ തല്ലു കിട്ടുമെന്ന് പറഞ്ഞ് ഡോർ അടയ്ക്കുക മഹേഷ്. നല്ല റീച്ച് കിട്ടുന്ന വീഡിയോ ആണോ, ഒക്കെ നശിപ്പിച്ചു എന്ന് പറഞ്ഞ് രേണു വീണ്ടും ജനലിനടുത്തേക്ക് പോവാ. വിഷ്ണു അപ്പോൾ സ്റ്റേഷനിൽ വിളിച്ച് പീറ്റർ കൈയൊടിച്ചെന്ന് പറഞ്ഞ് സമരം ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഞങ്ങൾ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞ് അവർ ഫോൺ വെക്കുക. കുറച്ചു കഴിഞ്ഞ് അവർ സമരം നിർത്തി കള്ളു കുടിക്കാൻ നിൽക്കുക. ഇത് കണ്ട രേണു തീർന്നു, എല്ലാം കോളമായി, സമാധാനമായല്ലോ, എന്നാലും പുറത്തോട്ട് ഇറങ്ങൂല എന്ന് ഡോർ പിടിച്ചിട്ട് അവൽ ചുറ്റി നിൽക്കുന്ന മഹേഷിനെ നോക്കി പറയുന്നുണ്ട്. അവർ അവിടെ ഇരുന്ന് കള്ളു കുടിക്കുന്നത് കാണുന്ന കനി വീണയെ വിളിച്ച് അവരുടെ അടുത്തേക്ക് പോയി അവരെ ചോദ്യം ചെയ്യുക. സമരത്തിനിടയിലെ ഈ കോളകുടി ഇവിടെ പറ്റൂല, ഇതിൽ നിങ്ങൾ ഇടപെടണ്ടെന്ന് അവർ പറയുമ്പോൾ വീട്ടുനടയിൽ കുടിച്ചാൽ ഞങ്ങൾ ഇടപെടുമെന്ന് പറയുന്നുണ്ട്. അതിന് പ്രായം പക്വതയുള്ള ആയാലും വിളി, ആ സർക്കിൾ പിടിച്ച് അകത്തിരിക്കല്ലേ എന്ന് പറഞ്ഞ് അവർ ചിരിക്കുക. മിണ്ടാതിരുന്നോ, ഇല്ലേ രണ്ട് കൈയും ഞങ്ങൾ തല്ലിയൊടിക്കുമെന്ന് കനി പറയുമ്പോൾ അങ്ങോട്ട് പോലീസ് ജീപ്പ് വരുന്നുണ്ട്. അതുകണ്ട് അവർ കള്ളുകുടിയൊക്കെ നിർത്തി കുപ്പിയൊക്കെ മാറ്റി വയ്ക്കുക. എന്നിട്ട് പിന്നെ ജാഥ വിളിക്കാൻ തുടങ്ങുക. മര്യാദയ്ക്ക് പോയില്ലേ എല്ലാത്തിനും പിടിച്ച് അകത്തിടുന്ന പോലീസ് പറയുമ്പോൾ എല്ലാവരും ഓടിപ്പോവുക. രാവിലെ മിഥുൻ സാറും നീന ടീച്ചറും കഥയൊക്കെ പറഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക. അപ്പോഴാണ് വീണയുടെ വിളി വരുന്നത്. രാത്രി പീറ്റർ ആളെ കൂട്ടി വന്ന് സമരം ചെയ്തു, പോലീസ് വന്ന് വിരട്ടി വിട്ടു എന്നൊക്കെ പറയുക. കനി അതിനിടയ്ക്ക് ഞാൻ സെറ്റാക്കിയ മണിയറ എങ്ങനെയുണ്ടെന്ന് ചോദിക്കാൻ പറയുക. ഇന്നലെ പപ്പ വന്ന് സീനാക്കിയോണ്ട് അതൊന്നും കണ്ടില്ലെന്ന് നീന പറയുന്നു. പിന്നീട് ഇത് കേട്ട് ആകെ മൂഡ് പോയി എന്ന് പറയുന്ന നീനയെ അതൊക്കെ ഞാൻ റെഡിയാക്കി തരാമെന്ന് പറഞ്ഞ് ചേർത്ത് പിടിക്കുന്നുണ്ട് മിഥുൻ. അടുക്കളയിൽ ജോലി ചെയ്യുന്ന ടീച്ചറുടെ അടുത്തേക്ക് ജോലിക്കാരി ഓടി വരുന്നുണ്ട്. കുറച്ചു പേർ മതിലിനോട് ചേർന്ന് പന്തൽ കെട്ടുന്നുണ്ട്. ഞാൻ ചോദിച്ചപ്പോൾ സമര ഇന്നലെ തുടങ്ങിയെന്ന് പറഞ്ഞു. എന്ത് സമരാന്ന് ചോദിക്കുക. ടീച്ചർ ഇന്നലത്തെ കാര്യമൊക്കെ പറയാ, ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് വിഷ്ണുവിനോട് ഇത് പറയുമ്പോൾ വിഷ്ണു ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോവുക. നിക്കെന്ന് പറഞ്ഞ് കൂടെയോടുന്ന രാധ ഗേറ്റിനടുത്തെത്തുമ്പോൾ വിഷ്ണുവിനെ പിടിച്ചു നിർത്തുന്നുണ്ട്. അവരവിടെ പന്തലൊക്കെ ഇട്ട് ഇരിക്കുക. എന്നിട്ട് നേതാവ് പറയുന്നുണ്ട്, ചികിത്സാ ചെലവ്, പന്തലിൻ്റെ ചിലവ്, ബാനർ, ബോർഡ്, ഇതിൻ്റെയൊക്കെ പൈസ കിട്ടിയിട്ട് നമ്മൾ നിർത്തൂ. ഉച്ചഭക്ഷണത്തിന് ആശുപത്രിയിൽ സൗജന്യ ഭക്ഷണ വിതരണത്തിന് പോവാമെന്നും അവർ പറയുന്നുണ്ട്. വീട്ടുനടയിൽ എന്താടാ കെട്ടിയുണ്ടാക്കിയേക്കുന്നേ, നാറികൾ എന്നൊക്കെ പറഞ്ഞ് വിഷ്ണു അങ്ങോട്ട് ചെല്ലുക. രാധ അവനെ പിടിച്ചു വലിച്ച് അകത്തേക്ക് വിടുന്നുണ്ട്. അവർ വീണ്ടും ഉച്ചത്തിൽ മുദ്രാവാക്യം വിളിക്കുക. ഇത് കേട്ട് രാധയും ചെവി പൊത്തിക്കൊണ്ട് അവിടെ നിന്ന് ഓടിപ്പോകുന്നുണ്ട്. ഇത് കേട്ട് അകത്തിരിക്കുന്ന ടീച്ചറമ്മയും രേണുവും മഹേഷും. സെക്രട്ടേറിയറ്റ് നടയിലെ സമരം എന്ന് പറഞ്ഞ് അച്ഛൻ ഇത് കേട്ട് ഒരേ ചിരി എന്ന് പറഞ്ഞ് രേണു ചിരിക്കുക. വീട്ടുനടയിലെ സത്യാഗ്രഹം എന്ന് പറഞ്ഞ നാണക്കേടാ, കസ്റ്റമേഴ്സൊക്കെ അറിഞ്ഞ നാണക്കേടാന്ന് മഹേഷ് പറയുമ്പോൾ കേസ് ഉണ്ടായപ്പോൾ നിനക്കേ നാണക്കേടില്ലായിരുന്നു എന്ന് രാധ ചോദിക്കുക. ഇത് അമ്മയും വീണയും ഒപ്പിച്ച പ്രശ്നമാണ്, എന്നിട്ടിപ്പോൾ നാണക്കേട് വിഷ്ണുവേട്ടൻ എന്ന് രാധ പറയുമ്പോൾ ഒരു നല്ല കാര്യത്തിലാണ് വിഷ്ണു ഇടപെട്ടത്.
അല്ലെങ്കിൽ മിഥുനെ പീറ്റർ കൊന്നേനെ. നമ്മളടുത്തുനിന്ന് കാശ് വാങ്ങിക്കാനാ അവർ സമരം ചെയ്യുന്നത്. ഉപകാരം ചെയ്ത വിഷ്ണുവിനെ വീട്ടിലുള്ളവരെങ്കിലും മനസ്സിലാക്കണം, പരിഹസിക്കരുത്, ഒപ്പം നിൽക്കണം എന്ന് ടീച്ചറമ്മ പറയുമ്പോൾ രേണുവും മഹേഷും അവിടെ നിന്ന് പോവുക. പിന്നീട് ടീച്ചറുടെ വീട്ടിലേക്ക് വരുന്ന നീന ടീച്ചറെയും മിഥുൻ സാറിനെയുമാണ് കാണിക്കുന്നത്. സമരക്കാരുടെ അടുത്ത് ബൈക്ക് നിർത്തി ഇറങ്ങുന്ന നീന. എന്നിട്ട് അവരോട് പറയുന്നുണ്ട്, നിർത്ത്, നുണ പറഞ്ഞ് കുത്തിയിരുന്ന് സമരം എന്ന് പറയരുത്. അതിന് ആർക്കും യോഗ്യതയില്ല. നീതിക്ക് വേണ്ടിയാണെങ്കിൽ ഞാൻ പപ്പയുടെ മുന്നിൽ എന്നേ നമ്മുടെ വീട്ടുപടിക്കൽ സമരം ഇരുന്നേനെ. നിങ്ങൾ പണ്ട് ഉപേക്ഷിച്ച് കളഞ്ഞു പോയപ്പോൾ എന്നെ സംരക്ഷിച്ചത് ഈ വീട്ടിലെ അമ്മയാ. അവരെ ഉപദ്രവിക്കാതിരിക്കെ, ദ്രോഹിക്കാതിരിക്കെ എന്ന് പറയുമ്പോൾ കനിയും വീണയും സിറ്റൗട്ടിൽ നിന്ന് കൈയടിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ.